ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ സ്വാദിഷ്ടമായി വറുത്തരച്ചൊരു തത്തമീൻ കറിയാണേ. ഇത് കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതാണെങ്കിൽ ഇപ്പം ഞാൻ കപ്പയുടെ കൂടെ കഴിക്കാനാണ് ഉണ്ടാക്കിയേക്കുന്നത്. അതാണ് എനിക്കിഷ്ടം. കപ്പയുടെ കൂടെ ഈ മീൻ കറി ഒഴിച്ച് കഴിക്കാൻ എന്ത് രുചിയാണെന്ന് അറിയാവോ? അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഇന്നുണ്ടാക്കുന്നത് മല്ലി മുളകും ഇട്ട് വറുത്തരച്ച തത്ത മീൻ കറിയാണ്. കഴുകി വൃത്തിയാക്കിയത്. ഇതൊരു 3/4 കിലോ ഉണ്ട്. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ: ചെറിയുള്ളി അരിഞ്ഞത്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, താളിക്കാൻ വേണ്ടി കടുകും ഉലുവയും, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. കറി വെക്കാം. മീൻകറി ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം സ്റ്റവ് കത്തിച്ച് ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തു. ചൂടായ എണ്ണയിലേക്ക് കടുകും ഉലുവയും ഇട്ട് കൊടുക്കണേ. കടുകെല്ലാം നല്ലപോലെ പൊട്ടിയിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കണേ. ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ നിറച്ചും കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. പൊടിയെല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമുക്ക് കുടംപുളി അതിട്ട് വെച്ചിരുന്ന വെള്ളവും കൂടെ അങ്ങ് ഒഴിക്കാതെ മീൻ വേകാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർക്കുക. ഈ വെള്ളം നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീൻകറിയുടെ വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാവേ. 1.5 സ്പൂൺ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1.5 സ്പൂൺ ഉപ്പ്. അതുപോലെ ഇളക്കിയതിന് ശേഷമേ നമുക്ക് മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടപ്പിട്ട് മൂടി വെച്ച് വേവിക്കാം. ഒന്ന് തുറന്ന് നോക്കാം. ഒക്കെ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ചേർക്കാം. മീൻ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുവാണേ. മീൻകറി റെഡിയായി. അതുപോലെ ഈ മീൻകറി എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും പുതിയൊരു റെസിപ്പിയുമായിട്ട് നാളെ വീണ്ടും കാണാം. ഓക്കെ, ബൈ.